ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാളത്തിലെ കുറച്ച് ശൈലികളെ പരിചയപ്പെടാം. നമ്മുടെ PSC പരീക്ഷകളിലെ 10 മാർക്ക് മലയാള ഭാഷയ്ക്കായി മാറ്റിവെച്ചതാണ് അല്ലെ. അതിലെ മിക്കവാറും ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പതിവാണ്. നമുക്കിന്ന് കുറച്ച് മലയാള ഭാഷാ ശൈലികളെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്കിന്ന് നമ്മുടെ മലയാള ഭാഷാ പഠനത്തിന് ഇവിടെ നാന്ദി കുറിക്കാം. എന്താണ് നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ? നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക എന്നാണ് അർത്ഥം. അപ്പോ നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക എന്നാണ് അർത്ഥം. മറ്റൊന്നാണ് ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുക. ദീപാളി കുളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുന്നവനെയാണ്. അപ്പോ ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം. മറ്റൊന്ന് കായംകുളം വാൾ. കായംകുളം വാൾ എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷത്തും ചേരുന്നവൻ. രണ്ട് പക്ഷത്തും ചേരുന്നവനെയാണ് എന്ത് പറയാ? കായംകുളം വാൾ. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആള്. അതായത് രണ്ട് പക്ഷത്തും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ രണ്ട് പക്ഷത്തും ചേരുന്നവനെയാണ് എന്ത് പറയാ? കായംകുളം വാൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചെണ്ട പൊട്ടിക്കുക. ചെണ്ട പൊട്ടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോ ചെണ്ട പൊട്ടിക്കുക എന്ന് പറഞ്ഞാല് അതിനർത്ഥം അപമാനിക്കുക എന്നാണ്. അപമാനിക്കുക എന്നാണ് ചെണ്ട പൊട്ടിക്കുക എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെല്ലിപ്പടി കാണുക. നെല്ലിപ്പടി കാണുക എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് പറയാറുണ്ട് ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി കണ്ടു, കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. ഈ നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം വരെ ചെല്ലുക, അതായത് ഏറ്റവും അറ്റം വരെ, അതിന്റെ അറ്റം കാണുക എന്നാണ് പറയുക. പണ്ട് കാലത്ത് എന്നല്ല ഇപ്പോഴും ഉണ്ടാവും, നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കിണറിന്റെ അടിയിൽ നെല്ലി മരത്തിന്റെ പലക വെക്കും ഏറ്റവും അടിയിൽ. ഇതാണ് നെല്ലിപ്പടി. അതുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാൽ അറ്റം കാണുക അഥവാ അടിസ്ഥാനം വരെ ചെല്ലുക എന്നാണ് അർത്ഥം. മറ്റൊന്ന് ആ ചന്ദ്രതാരം. ഈ കഥകളിലും കവിതകളിലും ഒക്കെ കണ്ടിട്ടുള്ള വാക്കായിരിക്കും ഇത്. ആ ചന്ദ്രതാരം. ആ ചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ എക്കാലവും എന്നാണ് അർത്ഥം. ആ ചന്ദ്രതാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എക്കാലവും. ഇനി ഇരട്ടത്താപ്പ്. ഇരട്ടത്താപ്പ് നയെന്ന് കേട്ടിട്ടില്ലേ? നീ എന്താ ഇരട്ടത്താപ്പ് എടുക്കുന്നതെന്ന് പറയല്ലേ. അപ്പൊ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷപാതം, അതായത് പക്ഷപാതം കാണിക്കുക. കൂട്ടത്തില് പക്ഷപാതം കാണിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇരട്ടത്താപ്പ് എന്ന് പറയാം. ഇനി ഏട്ടിലെ പശു. ഏട്ടിലെ പശു എന്ന വാക്കിനർത്ഥം ഉപയോഗശൂന്യമായത്, ഉപകാരമില്ലാത്തത് എന്നൊക്കെയാണ്. നമുക്കറിയാം പല പ്രവർത്തനങ്ങളും ഇപ്പം പഞ്ചായത്തിൻ്റെതായാലും മറ്റുള്ള ഗവൺമെന്റിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളായാലും PSCയുമായി ബന്ധപ്പെട്ടതൊക്കെ ആയാലും പലതും ഉത്തരവുകളിൽ മാത്രം ഉണ്ടാവും, അതായത് രേഖകളിൽ മാത്രം ഉണ്ടാവും അല്ലെ. എല്ലാം ഉണ്ട്, എന്നാൽ അതൊട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുമില്ല. അപ്പൊ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായത് അല്ലെങ്കിൽ പ്രയോജനശൂന്യമായത് എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്ക് ഒരു പശുവിന്റെ പിക്ചർ, ഒരു ടെക്സ്റ്റ് ബുക്കിൽ പശുവിന്റെ പിക്ചർ. അപ്പൊ പശുവിനെ കുറിച്ച് നല്ല കരുത്തുള്ള പശു, അതിന് 25 ലിറ്റർ പാൽ തരും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് പ്രയോജനപ്പെടുന്നില്ല അല്ലെ. ഇതൊക്കെ വായിക്കാൻ കൊള്ളാം, പക്ഷെ നമുക്കത് പ്രയോജനപ്പെടുന്നില്ല. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ പ്രയോജനശൂന്യമായത് അല്ലെങ്കിൽ ഉപകാരമില്ലാത്തത് എന്നൊക്കെ പറയുമ്പോ ഗവൺമെന്റിന്റെ പല വാഗ്ദാനങ്ങളും രേഖകളിലും ഒക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത ഒരവസ്ഥ. അതാണ് ഏട്ടിലെ പശു. അപ്പൊ വലിയൊരു സംഭവം കാണിച്ചു നമ്മളെ ആകർഷിക്കുന്നു എന്ന് മാത്രം, പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രയോജനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇനി അഴകിയ രാവണൻ. അഴകിയ രാവണൻ സിനിമ കണ്ടിട്ടുണ്ടാ? മമ്മൂട്ടിന്റെ ഒരു സിനിമയാണ്. മമ്മൂട്ടി അതിൽ വലിയ പണക്കാരനായ പൊങ്ങച്ചക്കാരനായി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പൊങ്ങച്ചക്കാരൻ. ആ സിനിമ ഓർത്താ മതി. അഴകിയ രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം പൊങ്ങച്ചക്കാരൻ. ഇനി കരതലാമലകം. കരതലാമലകം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായത് എന്ന അർത്ഥത്തിലാണ് കരതലാമലകം എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി ആകാശകുസുമം. കുസുമം എന്ന് പറഞ്ഞാൽ പൂവാണല്ലോ. അപ്പോ ഈ ആകാശത്തിൽ പൂവുണ്ടാ? ഇല്ല അല്ലെ. കുറെ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ ഉള്ളു. അപ്പൊ ആകാശത്തിൽ കുസുമം ഇല്ല. കുസുമം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിക്കാത്ത കാര്യം. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ സംഭവിക്കാത്ത കാര്യം എന്നാണ് അർത്ഥം. അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം. അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തി പറയും. ആ രണ്ട് വസ്തുക്കളും തമ്മിൽ അജഗജാന്തരം
ഉണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം എന്നാണ് അർത്ഥം. ഇനി അമരം പിടിക്കുക. അമരം പിടിക്കുക. ഈ അമരക്കാരൻ എന്ന് കേട്ടിട്ടുണ്ടാ? ഈ വള്ളംകളിയിലൊക്കെ ഉണ്ടാവും മുന്നിലിരുന്ന് തുഴയുന്ന ആളെന്ത് പറയും? അമരക്കാരൻ എന്നാ പറയാം. അപ്പൊ അയാൾ എന്താണ് ചെയ്യുന്നത്? വഴി കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ് അർത്ഥം. അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ് അർത്ഥം. ഇനി കച്ച കെട്ടുക. യുദ്ധത്തിനൊക്കെ കച്ച കെട്ടി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ. കച്ച കെട്ടുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുക എന്നാണ് അർത്ഥം. കച്ച കെട്ടി ഇറങ്ങുക എന്ന് പറഞ്ഞാല് തയ്യാറെടുക്കുക എന്നാണ് അർത്ഥം. ഇനി ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ടാൽ ആ ഇലയിൽ ചവിട്ടാൻ പാടില്ല, നമുക്കറിയാം അല്ലെ. അതായത് ഭക്ഷണം കഴിക്കാനായാലും നമ്മൾ ഇലയിട്ട് കഴിഞ്ഞാൽ അതിൽ ചവിട്ടിക്കൂടാ, അത് തെറ്റാണ്, നമുക്കറിയാം. അപ്പോ അറിഞ്ഞുകൊണ്ട് ഇലയിൽ ചവിട്ടുക എന്താണ്? തെറ്റാണ്. ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇലയിട്ട് ചവിട്ടുക എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി ഊഴിയം നടത്തുക. ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലാണ് ഊഴിയം നടത്തുക എന്ന പദം ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക. എന്നെ ശതകം ചൊല്ലിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കഷ്ടപ്പെടുത്തി എന്നർത്ഥം. അപ്പൊ ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഇനി ചെമ്പ് തെളിയുക. ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ കാപട്യം പുറത്തു വരിക, കളവ് പുറത്താവുക, സത്യം പുറത്തു വരിക എന്നൊക്കെയാണ്. അപ്പോ ഈ ചെമ്പ് തെളിയുക, പണ്ട് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്വർണ്ണപ്പണിക്കാരുണ്ട്. അപ്പോ ഇന്നല്ലേ വലിയ വലിയ ജ്വല്ലറില്ല. അപ്പൊ പഴയ കാലത്ത് ചെറിയ ചെറിയ സ്വർണ്ണപ്പണിക്കാരുടെ കയ്യിൽ കുറച്ച് സ്വർണങ്ങളൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താൽ അവരെന്ത് ചെയ്യും? അതിൽ ധാരാളം ചെമ്പ് ചേർക്കും. കുറച്ച് സ്വർണ്ണം അവര് മാറ്റിവെച്ച് ധാരാളം ചെമ്പ് ചേർത്ത് ആ കൊടുത്ത തൂക്കത്തിനുള്ള ആഭരണങ്ങൾ തന്നെ ഉണ്ടാക്കി തരും. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ എന്താവും? ഇതിന്റെ അകത്തുനിന്ന് ഇതിലെ ചേർത്ത മായം തെളിയാൻ തുടങ്ങും. അതായത് ചെമ്പ് തെളിയാൻ വേണ്ടി തുടങ്ങും. ആ ഒരു അർത്ഥവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാല് ചെമ്പ് തെളിയുക എന്ന പദത്തിന്റെ അർത്ഥം സത്യം പുറത്തു വരിക അല്ലെങ്കിൽ കാപട്യം പുറത്താകുക എന്നൊക്കെയാണ്. ഇനി അനന്തൻ കാട്. അനന്തനെ കേട്ടിട്ടുണ്ടാ? വലിയ പാമ്പല്ലേ. അപ്പൊ അനന്തൻ എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം. അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പൊതുവെ എല്ലാവർക്കും ഭയമായിരിക്കും. പാമ്പുള്ള കാട് എന്ന് പറയുമ്പോഴും ഭയമായിരിക്കും അല്ലെ. അപ്പൊ അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമുണ്ടാക്കുന്ന സ്ഥലത്തിനെയാണ് അനന്തൻ കാട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൂച്ചയ്ക്ക് മണി കെട്ടുക. പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് പറഞ്ഞാല് അവിവേകമായ ഒരു ഉദ്യമം, അതായത് വിവേകപൂർണമല്ലാത്ത ബുദ്ധിപരമല്ലാത്ത ഒരു ഉദ്യമത്തിനെയാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥകളിൽ കേട്ടേ പൂച്ചക്കാര് മണി കെട്ടും എന്നൊക്കെ. ഇനി അടുത്തത് കറവപ്പശു. കറവപ്പശു എന്ന് പറഞ്ഞാൽ ലാഭകരമായ കാര്യം. കറവപ്പശു എന്ന് പറഞ്ഞാല് ലാഭകരമായ ഒരു കാര്യത്തിനെയാണ് കറവപ്പശു എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ പറയും അവൻ ഒരു കറവപ്പശു ആണ്, അല്ലെങ്കിൽ അവൻ അവർക്കൊരു കറവപ്പശു ആണ് എന്നൊക്കെ പറയാം. അപ്പൊ അയാളെ കൊണ്ട് ഇവർക്ക് നല്ല ലാഭം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കറവപ്പശു എന്ന് പറഞ്ഞാൽ ലാഭകരമായ കാര്യം എന്നാണ് അർത്ഥം. ഇനി സുഗ്രീവാജ്ഞ. സുഗ്രീവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ ഈ സുഗ്രീവൻ എന്ന് പറഞ്ഞാല് ഒരു രാജാവാണ് അല്ലെ. അപ്പൊ ഈ സുഗ്രീവന്റെ ആജ്ഞ, രാജാവിന്റെ ആജ്ഞ, രാജകൽപ്പനകൾ എല്ലാരും ഒരു വാഗ്വാദങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മള് അത് പരിപൂർണമായിട്ട് കേൾക്കും അല്ലെ. അതിന് എതിരഭിപ്രായം ഒന്നും നമുക്കില്ല. അപ്പൊ സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാല് നീക്കുപോക്കില്ലാത്ത വാക്ക്, കൽപ്പന, രാജകൽപ്പന എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ നീക്കുപോക്കില്ലാത്ത ദൃഢമായ കൽപ്പന, ദൃഢമായ വാക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് സുഗ്രീവാജ്ഞ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി കുടത്തിലെ വിളക്ക്. കുടത്തില് വിളക്ക് കത്തിച്ചത് കൊണ്ട് കാര്യമുണ്ടാകും ഇല്ല അല്ലെ. നമുക്ക് അത് വെറുതെയാണ്, ഒരു പ്രകാശവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ കുടത്തിലെ വിളക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം. ആ വിളക്കിനെ പുറത്തു വെച്ചാല് മറ്റുള്ളവർക്കൊക്കെ പ്രകാശം കിട്ടും അല്ലെ. അപ്പൊ ഈ കുടത്തിലെ വിളക്ക് എന്ന് പറഞ്ഞാല് പുറത്തറിയാത്ത യോഗ്യത, അതായത് പുറം ലോകം അറിയാത്ത കഴിവുകൾ. ഒരാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അതൊന്നും അയാൾ പ്രകടിപ്പിക്കുന്നില്ല. അയാളെല്ലാം അയാളിൽ തന്നെ മൂടി വെക്കുന്നു എന്ന് വെച്ചാല് അയാൾ നമുക്ക് കുടത്തിലെ വിളക്ക് എന്ന് പറയാം. അപ്പൊ കുടത്തിലെ വിളക്ക് എന്ന് പറഞ്ഞാൽ പുറത്തറിയാത്ത യോഗ്യത, പുറം ലോകം അറിയാത്ത കഴിവുകൾ എന്നൊക്കെയാണ് അർത്ഥം. ഇനി ഗണപതിക്ക് കുറിക്കുക. ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, തുടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മള് ഗണപതി വിഗ്രഹം വെച്ച് അതിൽ കുറച്ച് പഴവും മലരും ഒക്കെ ഗണപതിക്ക് സമർപ്പിക്കും. ഇതിനാണ് ശുഭകരമായി നടക്കാൻ വേണ്ടിയിട്ട്.
ഇനിയുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗണപതിക്ക് കുറിക്കുന്നത്. വിഘ്നേശ്വരനാണ് അല്ലെ. വിഘ്നേശ്വരനെ ആരാധിച്ച് വിഘ്നേശ്വരനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരംഭിക്കുക എന്നാണ് അർത്ഥം. ഇനി മുയൽക്കൊമ്പ്, അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് അതിന്റെ അർത്ഥം, ഇല്ലാത്ത വസ്തു. മുയൽക്കൊമ്പ് എന്ന് പറഞ്ഞാല് ഇല്ലാത്ത വസ്തു എന്നാണ് അർത്ഥം. ഇനി കരിണീപ്രസവം. ഈ കരിണീപ്രസവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപൂർവമായ ഒരു വസ്തു എന്നാണ്. കരിണീപ്രസവം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവം ഇല്ല, അപൂർവമായ ഒരു വസ്തു. ഇനി ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക ധാരാളം തവണ PSC ആവർത്തിച്ച ഒരു വാക്കാണ്, ആശയം, ചൊല്ലാണ്. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാല് ആശിച്ച് കാലം കഴിയുന്നവൻ. അതായത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നൊന്നുമില്ല, വെറുതെ ആഗ്രഹിക്കുന്നു, അവന്റെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് വർഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നു എന്നർത്ഥം. അപ്പൊ ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ ആശിച്ച് കാലം കഴിക്കുന്നവൻ അല്ലെങ്കിൽ കഴിയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇനി എണ്ണക്കുടത്തിൽ എലിയെ നോക്കുക. എണ്ണക്കുടത്തിൽ എലിയെ നോക്കിയിട്ട് കാര്യമില്ല, അത് അവിടെ ഇല്ല. അതായത് എണ്ണക്കുടത്തിൽ എലിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് അന്വേഷണം നടത്തുക. അസ്ഥാനത്ത് അന്വേഷണം നടത്തുക എന്ന അർത്ഥത്തിലാണ് എണ്ണക്കുടത്തിൽ എലിയെ നോക്കുക. അത് വെറുതെയുള്ള പാഴ്ശ്രമമാണ് എന്ന അർത്ഥത്തിലാണ് അസ്ഥാനത്ത് അന്വേഷണം നടത്തുക എന്ന അർത്ഥത്തിലാണ് എണ്ണക്കുടത്തിൽ എലിയെ നോക്കുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ആകാശകോടാലി. ഈ ആകാശകോടാലി എന്ന പദം പെട്ടെന്നുണ്ടാകുന്ന ഒരു ആപത്തിനെ സൂചിപ്പിക്കുന്നു. ആകാശകോടാലി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് കോടാലി ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ആകാശത്ത് ഒരു കോടാലി വന്ന് നമ്മുടെ തലയിൽ വീണു, പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നല്ലേ, പെട്ടെന്നുള്ള ആപത്ത് എന്ന അർത്ഥത്തിലാണ് ആകാശകോടാലി എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അമ്പ് വിഴുങ്ങുക. അമ്പ് വിഴുങ്ങുക എന്ന് പറഞ്ഞാല് ആശയക്കുഴപ്പത്തിലാകുക. ഒന്നും എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ് അമ്പ് വിഴുങ്ങുക. ഇനി ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്നത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാല് ചുരുക്കി പറയുക, സംഗ്രഹിക്കുക. അതായത് ഒരു കഥ ഇങ്ങനെ വിവരിച്ചു പോകുമ്പോൾ നമുക്ക് പറയാം ഒന്ന് ശ്ലോകത്തിൽ കഴിച്ചാട്ടെ എന്ന് പറഞ്ഞാല് അതൊന്ന് ചുരുക്കി പറഞ്ഞാട്ടെ എന്നർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിക്കുക, ചുരുക്കി പറയുക എന്നൊക്കെയാണ് അർത്ഥം. ഇനി സൂര്യ നമ്പൂതിരിപ്പാട്. സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ സൂര്യ നമ്പൂതിരിപ്പാട് എന്ന പേര് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീലമ്പടൻ, വഷളൻ എന്നൊക്കെയാണ് അർത്ഥം. സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാല് സ്ത്രീലമ്പടൻ, വഷളൻ എന്നൊക്കെയാണ് അർത്ഥം. ഇനി കാർക്കോടക നയം. ഈ കാർക്കോടകൻ എന്ന് പറഞ്ഞാല് രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്നവനെയാണ് നമ്മൾ കാർക്കോടകൻ എന്ന് പറയുന്നത്. അപ്പോ ഈ കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിച്ചവനെ ഉപദ്രവിക്കുക എന്ന നയം. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്നതാണ് എന്ത്? ഉപദ്രവിക്കുന്ന നയമാണ് എന്ത്? കാർക്കോടക നയം. ഏട് കെട്ടുക. ഏട് കെട്ടുക എന്ന് പറഞ്ഞാല് എക്സാം ഒക്കെ കഴിഞ്ഞ് മാർച്ച് മാസത്തെ എക്സാം എല്ലാം കഴിഞ്ഞ് ഏപ്രിൽ ആവാനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കെട്ടി വെക്കും അല്ലെ, കെട്ടി ഭദ്രമായി വെക്കും. അതിനെയാണ് ഏട് കെട്ടുക. ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിത്തം അവസാനിപ്പിക്കും. പഠിത്തം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏട് കെട്ടുക എന്ന പദം ഉപയോഗിക്കുന്നത്. അതുപോലെ കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ്. അതുപോലെ നമ്മൾ കച്ച കെട്ടുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാലും തയ്യാറാവുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഉമ്മാക്കി കാട്ടുക. നമ്മള് ചെറിയ കുട്ടികളൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കും അല്ലെ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കും. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാല് വെറുതെ പേടിപ്പിക്കുക. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ? ഉമ്മാക്കി കാട്ടുക. ഇനി രാമേശ്വര ക്ഷൗരം. ഈ രാമേശ്വര ക്ഷൗരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർത്തിയാകാത്ത പ്രവൃത്തി എന്നാണ് അർത്ഥം. രാമേശ്വര ക്ഷൗരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൂർത്തിയാകാത്ത പ്രവൃത്തി എന്നാണ്. ഇനി കതിരിന്മേൽ വളം വെക്കുക. നെൽക്കതിരായി കഴിഞ്ഞു, ഇനി ആ കതിരിന്റെ അടുത്ത് വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അത് തൈച്ചെടി ആയിരിക്കുമ്പോ തന്നെ നമ്മളതിന് വളപ്രയോഗം നടത്തണമായിരുന്നു. അപ്പൊ കതിരിന്മേൽ വളം വെക്കുക എന്ന് പറഞ്ഞാല് കാലം തെറ്റി പ്രവർത്തിക്കുക, അനാവശ്യമായി പ്രവർത്തിക്കുക. എന്താണ് പ്രവർത്തിക്കേണ്ടത്? പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം അല്ലെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറയുന്നത് പോലെ കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാലം തെറ്റി പ്രവർത്തിക്കുക,
അനാവശ്യമായി പ്രവർത്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലേ. ഇനി ഇലയിട്ട് മീൻ പിടിക്കുക. ഇലയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാല് അധിക ലാഭത്തിന് വേണ്ടിയിട്ട്, നല്ല ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെലവ് ചുരുക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇലയിട്ട് മീൻ പിടിക്കുക. ഇനി പള്ളിയിൽ പറയുക. എന്തെങ്കിലും പറയുമ്പം ഞാൻ കുട്ടികളുടെ നല്ല സംസാരം കേട്ടിട്ടുണ്ട്, പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കും അതെന്താടാ പള്ളി പറയേണ്ടത് പറയും. അതങ്ങനെയാന്ന് പറയും. ഇപ്പൊ പള്ളിയിൽ പറയുക എന്ന് പറഞ്ഞാൽ വില പോകാതിരിക്കുക. അതായത് നീ പറഞ്ഞതൊന്നും എനിക്ക് വില പോയിട്ടില്ല, എനിക്ക് ഇതായില്ല, വില പോയില്ല എന്നുള്ള അർത്ഥത്തില് പള്ളിയിൽ പറയുക എന്ന് പറഞ്ഞാല് വില പോകാതിരിക്കുക എന്നാണ് അർത്ഥം. ഇനി കടന്നൽ കൂട്ടിൽ കല്ലെറിയുക. ഒരു വലിയ കടന്നൽ കൂട് നമ്മളെ കുറച്ച് തലക്ക് മേലെയായിട്ടുണ്ട്, എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് എറിഞ്ഞ കടന്നൽ വെറുതെ നിൽക്കുക ഇല്ല അല്ലെ, എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളെ ആക്രമിക്കും അല്ലെ. അത് തന്നെയാണ് കടന്നൽ കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാല് സ്വയം അപകടം വരുത്തി വെക്കുക എന്നാണ് അർത്ഥം. കടന്നൽ കൂട്ടിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാല് സ്വയം അപകടം വരുത്തി വെക്കുക എന്നാണ് അർത്ഥം. ഇനി മുട്ടുശാന്തി. മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ താൽക്കാലിക പരിഹാരം. അപ്പൊ താൽക്കാലിക പരിഹാരം, തൽക്കാലത്തേക്കുള്ള പരിഹാരമാണ് എന്ത്? മുട്ടുശാന്തി. അമ്പലം വിഴുങ്ങുക. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ മൊത്തം കൊള്ളയടിക്കുന്നതിനാണ് എന്ത് പറയാ? അമ്പലം വിഴുങ്ങുക. അവൻ അമ്പലം വിഴുങ്ങിയാന്ന് പറഞ്ഞാല് അമ്പലം വിഴുങ്ങി എന്നല്ല, അവൻ മൊത്തം കൊള്ളയടിക്കുന്ന ഒരു ടൈപ്പാണ് എന്ന അർത്ഥത്തിലാണ് അമ്പലം വിഴുങ്ങുക. ഈ അമ്പലങ്ങളിലാണ് ധാരാളം വിഗ്രഹങ്ങളും അല്ലെ സ്വർണ്ണാഭരണങ്ങളും ധാരാളം ധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഉദ്ദേശത്തില് അത് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം, അമ്പലം കൊള്ളയടിച്ചാല് ധാരാളം പണം കയ്യിൽ വരും അല്ലെ. അപ്പൊ അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാല് മൊത്തം കൊള്ളയടിക്കുക എന്നാണ് അർത്ഥം. ഇനി കൂപമണ്ഡൂകം. അല്ലെ, കൂപമണ്ഡൂകമേ, കിണറ്റിലെ തവള എന്നൊക്കെ പറയല്ലേ. അപ്പൊ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാല് അല്പജ്ഞൻ, അല്പം മാത്രം ജ്ഞാനമുള്ളവനാണ് എന്ത്? കൂപമണ്ഡൂകം. മറ്റൊന്ന് കേമദ്രുമയോഗം. ഈ കേമദ്രുമയോഗം എന്ന് പറഞ്ഞാല് വലിയ ദൗർഭാഗ്യം, ഭാഗ്യമല്ല വലിയ ദൗർഭാഗ്യത്തെയാണ് എന്ത് പറയാ? കേമദ്രുമ യോഗം എന്ന്. ഇനി നമുക്കിന്ന് ഇന്നത്തെ ഈ മലയാളം പഠനത്തിന് ധനാശി പാടാം. എന്താണ് ധനാശി പാടുക? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ ധനാശി പാടാം. അപ്പോ ഏവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ശൈലികൾ അടങ്ങിയ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ.